നമസ്കാരം. സോഷ്യൽ മീഡിയ വഴി കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുന്നവരാണ് ഇന്ന് എല്ലാ സെലിബ്രിറ്റികളും. തുടക്കക്കാർ വരെ ഈ ട്രാക്കിലേക്ക് വീണിട്ടുണ്ട്. അത്തരത്തിലുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ബാലിയിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് ടെലിവിഷൻ താരം ശ്രീവിദ്യ മുല്ലശ്ശേരിയും ഭർത്താവും സംവിധായകനുമായ രാഹുൽ രാമചന്ദ്രനും. ബാലി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ഇരുവരും തങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ വഴി ആരാധകരോട് പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ ബാലി പാക്കേജിന്റെ ഭാഗമായുള്ള ATV ബൈക്ക് റൈഡിന്റെ വിശേഷങ്ങളാണ് രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ശ്രീവിദ്യയെ പിന്നിലിരുത്തി രാഹുലാണ് ഡ്രൈവറുടെ റോൾ ഏറ്റെടുത്തത്. എന്നാൽ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ATV ബൈക്ക് റൈഡ് എന്നാണ് രാഹുൽ പറയുന്നത്. ഇരുവരും ഒന്നിച്ച് ഓടയിലേക്ക് വീഴാൻ തുടങ്ങുന്നതും വീഡിയോയിലുണ്ട്. പക്ഷേ കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഏറെക്കുറെ മനസ്സിലായെന്നും ATV ബൈക്കിനെ മെരുക്കിയെടുത്തെന്നും രാഹുൽ പറയുന്നു. ബാലിയിൽ പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ATV റൈഡെന്നും താരം കൂട്ടിച്ചേർത്തു. ATVയുമെടുത്തുള്ള യാത്രക്കിടെ ബാലിയിലെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ വിശേഷങ്ങളും ബാലിയിലെ പെട്രോൾ പമ്പിൽ കയറിയ വിശേഷങ്ങളുമെല്ലാം രാഹുൽ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കൊതിപ്പിക്കല്ലേ എന്നും അത്രയും മനോഹരമായ സ്ഥലവും അതുപോലെ മനോഹരമായ അവതരണവും. ഇതാണ് രാഹുലിന്റെ വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ്. നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടം. പിന്നെ നിങ്ങളുടെ വീഡിയോയിലൂടെ കുറെ ഇൻഫോർമേഷൻ കിട്ടുന്നു. ഇതാണ് മറ്റൊരാൾ കുറിച്ചത്. കുറച്ചുനാളായി രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന മിനി വ്ലോഗുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ശ്രീവിദ്യയുടെ നാടായ കാസർഗോട്ടെ തെയ്യം കഥകളും എറണാകുളത്ത് തിരിച്ചെത്തിയതിനു ശേഷമുള്ള കഥകളുമൊക്കെ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ബാലി സീരീസ് എത്തിയത്. തങ്ങളുടെ രണ്ടാമത്തെ ഹണിമൂൺ എന്നാണ് മുൻപ് പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ ബാലി യാത്രയെ വിശേഷിപ്പിച്ചത്. അതേസമയം വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ മുതൽ നവദമ്പതികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് വിശേഷമുണ്ടോ എന്നത്. മലയാളികളാണ് ആ ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവർ. പലരുടെയും നിരന്തരമായുള്ള ഇത്തരം ചോദ്യങ്ങൾ വിഷമിപ്പിക്കാറുണ്ട്. നവദമ്പതികളായ ശ്രീവിദ്യ മുല്ലശ്ശേരിയും രാഹുൽ രാമചന്ദ്രനും ഈ ചോദ്യം അടുത്തിടെയായി നിരന്തരം കേൾക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അടുത്തിടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ചുട്ട മറുപടിയുമായി ഇരുവരും രംഗത്ത് വരികയും ചെയ്തിരുന്നു.